4 പതിറ്റാണ്ടായി നീരൊഴുക്കി നിലച്ച ആലപ്പുഴ ചെങ്ങന്നൂർ ഉത്തരപള്ളിയാറിന്റെ പുനരുജ്ജീവന ആവശ്യം ശക്തമാവുകയാണ്. ഹൈക്കോടതി നിർദ്ദേശിച്ച പഠന സമിതിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. ആല റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സമർപ്പിച്ച ഹർജിയിൽ നദി വീണ്ടെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 5 പഞ്ചായത്തുകളുടെ ജീവനാഡിയായിരുന്നു പണ്ട് ഉത്തരപള്ളിയാർ. വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, ബുധനൂർ പഞ്ചായത്തുകളിലൂടെ പുഴ ഒഴുകിയിരുന്നു. എന്നാൽ ആറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. 18 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഉത്തരപള്ളിയാർ ഇപ്പോൾ ചെറിയനാട്, പുലിയൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ കുളിക്കാമ്പാലത്ത് അവസാനിക്കുന്നു. അതിനുശേഷമുള്ള ഭാഗങ്ങളെല്ലാം മണ്ണിട്ട് നികത്തി സ്വകാര്യ വ്യക്തികൾ സ്വന്തമാക്കി കഴിഞ്ഞു. റവന്യൂ വകുപ്പ് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. പുഴയുടെ പുനരുജ്ജീവനത്തിനായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 17-അംഗ സമിതി സർക്കാരിന് സമർപ്പിച്ച പഠന റിപ്പോർട്ടിൽ പ്രതീക്ഷ വെക്കുകയാണ് നാട്. ആറ് ഒഴുകി വന്ന പ്രദേശങ്ങളെല്ലാം മാക്സിമം ജനങ്ങൾ അത് വെട്ടിപ്പിടിക്കാനും, കുറച്ച് ആൾക്കാർ, നിരപരാധികളല്ല, പാവം പിടിച്ചവരൊന്നുമല്ല, ഈ ആറ് നികത്തിയിട്ട് അവിടെ അവരുടെയൊക്കെ കാർ പോർച്ചുമൊക്കെ നിൽക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2016 ചെങ്ങന്നൂരിൽ വരട്ടാർ വീണ്ടെടുത്ത അതേ മാതൃകയിൽ ഉത്തരപള്ളിയാറും വീണ്ടെടുക്കാനാണ് ശ്രമം. മാലിന്യങ്ങൾ അടിഞ്ഞ് നമ്മുടെ ഈ ഗ്രാമവാസികൾക്കും നഗരവാസികൾക്കും മുഴുവനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേക നടപടിയെടുത്ത് അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയതും അതൊരു സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനും ഇതിൻ്റെ സത്യാവസ്ഥ അധികൃതർ മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ എടുക്കും എന്ന് വിശ്വസിക്കുന്നു. ഉത്തരപള്ളിയാറിൽ വീണ്ടും നീരൊഴുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നാടാകെ കാത്തിരിക്കുകയാണ്. മീഡിയ 1 ആലപ്പുഴ.